നമസ്കാരം. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള വാടക വീട്ടിൽ അയാളുടെ മകൾ പ്രതിയായ മാസപ്പടി കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പരിശോധനയ്ക്കെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാരെ CPM DYFI ഗുണ്ടകൾ ആക്രമിക്കുകയും അവരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും അവർ വന്ന വാഹനം തല്ലിത്തകർക്കുകയും ചെയ്തിട്ട് 2 മാസങ്ങൾ പിന്നിടുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് 26 പേരാണ് അറസ്റ്റിലായത്. അതിൽ 2 പേർക്ക് ജാമ്യം കിട്ടി. ഒരാൾക്ക് ഇടക്കാല ജാമ്യം കിട്ടി. അയാളുടെ പിതാവ് മരിച്ചതുമായി ബന്ധപ്പെട്ട് 2-3 ദിവസത്തേക്ക് അയാൾക്ക് ജാമ്യം കിട്ടി. മറ്റുള്ള പ്രതികളുടെ എല്ലാം ജാമ്യാപേക്ഷ കോടതി തള്ളുകയാണ് ചെയ്തത്. എന്നാൽ DYFI തന്നെ ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു തങ്ങളൊന്നും ഈ വിഷയത്തിൽ ഇടപെടേണ്ടിയിരുന്നില്ല എന്ന്. ഇന്നലെ DYFI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലാണ് ഇത്തരത്തിലൊരു വിമർശനം ഉയർന്നത്. DYFI സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ ഈ വിഷയത്തിൽ ഇടപെടേണ്ടിയിരുന്നില്ല എന്നാണ് അവരിപ്പോൾ പറയുന്നത്. പക്ഷേ അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതൊക്കെ മുമ്പ് തന്നെ തീരുമാനിക്കേണ്ടതായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ വളരെ നൈസായി പാർട്ടി അണികളെ, അതായത് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന അണികളെ നൈസായി തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് DYFIയുടെ ജില്ലാ സമ്മേളനത്തിൽ ഇന്നലെ ഉണ്ടായത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമായല്ലോ. എങ്ങനെയായിരുന്നാലും പാർട്ടി വളർത്തുക, അതിനുവേണ്ടി നേതാക്കന്മാർ ഈ അണികളെ ഒരു ഉപകരണങ്ങളായിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അണികൾക്കാണെങ്കിലാണെങ്കിലോ തലയ്ക്ക് ബോധമില്ല, വിവരമില്ല, വെള്ളിയാഴ്ചയില്ല, തലയ്ക്കകത്ത് മൊത്തം ശൂന്യമാണെന്ന് തോന്നുന്നു. കാരണം ഇവർക്ക് എപ്പോഴും കമ്മ്യൂണിസം തലയ്ക്കകത്ത് കുത്തി നിറച്ചു വെച്ചിരിക്കുകയാണ്. അത് മാത്രമാണ് അവർക്കുള്ളത്. അല്ലാതെ ചിന്താശേഷിയോ വരും വരായികളെ കുറിച്ചുള്ള ബോധമൊന്നും അവർക്കില്ല. അവരുടെ മുന്നിൽ കമ്മ്യൂണിസം മാത്രമാണ്. അതിനു മുന്നിൽ ബന്ധങ്ങളോ അല്ലെങ്കിൽ മറ്റ് സൗഹൃദങ്ങളോ ഒന്നും അവരെ ബാധിക്കുന്ന വിഷയമല്ല. അവർക്ക് പാർട്ടി വളർത്തുക, നേതാക്കൾ പറയുന്നത് എന്താണോ അത് അക്ഷരം പ്രതി ചെയ്യുക. പിണറായി വിജയനെയൊക്കെ ഒരു കടാക്ഷം കിട്ടിയാൽ അതുതന്നെ മഹാഭാഗ്യം എന്ന് ചിന്തിക്കുന്ന മരക്കഴുതകളായ അണികളുള്ള ഒരു പാർട്ടിയാണ് ഈ CPM എന്ന് പറയുന്നത്. അയാളൊക്കെ കാണിച്ചു കൂട്ടിയ അഴിമതികളൊക്കെ പകൽ വെളിച്ചം പോലെ മുന്നിൽ വന്നിട്ടും അതൊന്നും വിശ്വസിക്കാൻ ഇപ്പോഴും തയ്യാറല്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ കിടന്ന് മെഴുകുന്ന കുറെ മനുഷ്യരൂപികളുമുണ്ട്. വിപ്ലവവും പട്ടിണിയും തൊഴിലില്ലായ്മയും വർഗീയതയും ഒക്കെ പറഞ്ഞാണ് CPM എന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എക്കാലവും നിലനിന്നിട്ടുള്ളത്. അവർക്ക് മറ്റ് കാര്യങ്ങൾ, വികസനങ്ങളോ അല്ലെങ്കിൽ സമൂഹത്തിന് നന്മയുണ്ടാകുന്ന മറ്റു കാര്യങ്ങളോ ഒന്നും അവരെ സംബന്ധിച്ചുള്ള വിഷയങ്ങളല്ല. അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ. അത് പറഞ്ഞാൽ മാത്രമേ ഈ സാധാരണക്കാരെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി പാർട്ടിയിലേക്ക് കൊണ്ടുവരാനും പ്രവർത്തിക്കാനും കഴിയും. ഈ നേതാക്കളുടെ എന്നും ഒരൊറ്റ നേതാക്കളുടെയും മക്കൾ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി അടികൊള്ളുകയോ സമരം നടത്തുകയോ പോസ്റ്റർ ഒട്ടിക്കുകയോ മുദ്രാവാക്യം വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിനാകെ ഒരു അപവാദം എന്ന് പറയുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മകനായ ബിനീഷ് കോടിയേരി മാത്രമാണ്. ബിനീഷ് കോടിയേരി എന്തുകൊണ്ടാണ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. ബിനീഷ് കോടിയേരിയുടെ ആസ്തിയും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും ഒക്കെ എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ അതിലോട്ടൊന്നും പോകണ്ട. പക്ഷേ മറ്റ് നേതാക്കളുടെ മക്കളൊക്കെ എവിടെയാണ് പഠിക്കുന്നത്, അവരൊക്കെ എന്താണ് ചെയ്യുന്നത്, എന്ത് തൊഴിലാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പോലും ഈ മണ്ട ശിരോമണികൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും 2 മാസങ്ങൾ പിന്നിടുകയാണ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഈ DYFI പ്രവർത്തകർ ജയിലിൽ കിടക്കുന്നത്. പിണറായി വിജയൻ പോലും ഇപ്പോൾ ഇവരെ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. അന്ന് ഈ റെയ്ഡ് നടന്നതിനു ശേഷം സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്ന് നമുക്കൊന്നിച്ചു നിൽക്കാം അല്ലേ, അപ്പോൾ നമ്മൾ ഒന്നിച്ചിറങ്ങുകയല്ലേ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയ മുതല് പിന്നീട് ഇന്ന് വരെ ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല. ഇതേക്കുറിച്ച് ഇവരൊക്കെ പിന്തുണയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുകയോ ഒന്നും ചെയ്തതായി നമ്മൾ കണ്ടിട്ടില്ല. ഇതിനെതിരെ പാർട്ടിയിൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമൊക്കെ കഴിഞ്ഞയാഴ്ച ഉയർന്നു വന്നതായി വാർത്തകൾ വന്നിരുന്നു. എന്തായാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്ത് താനും മകളും അകത്തേക്ക് പോകും എന്നുള്ള ഒരു ആശങ്കയിൽ ഉള്ളിലൊരു നെരിപ്പോടുമായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ പിണറായി വിജയന് മറ്റുള്ളവരെ ഇനി എന്ത് ചെയ്തായിരുന്നാലും ശരി, ആരെയൊക്കെ കുരുതി കൊടുത്തിട്ടായിരുന്നാലും അയാൾക്കും അയാളുടെ മകൾക്കും രക്ഷപ്പെടണമെന്ന് മാത്രമേ അയാൾ ചിന്തിക്കൂ. അതുകൊണ്ട് തന്നെ പരസ്യമായി ഈ ജയിലിൽ കിടക്കുന്ന EDയെ ആക്രമിച്ചവരെ ന്യായീകരിച്ചാൽ അത് തനിക്ക് തിരിച്ചടിയാകുമോ എന്നുള്ളൊരു ഭയം പിണറായി വിജയന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഒന്നും മിണ്ടാത്തത്. അയാൾ മിണ്ടാത്തതിലും ഈ മരക്കഴുതകൾക്ക് പരാതിയില്ല. കാരണം ഒന്ന് ഓർത്തു നോക്കൂ, നമുക്കൊരാവശ്യവുമില്ലാത്ത ഒരു കാര്യത്തിനു വേണ്ടി നമ്മൾ ജയിലിൽ കിടക്കുക. അപ്പം അതും ഏകദേശം 2 മാസത്തോളമായി ജയിലിൽ കിടക്കുക. ഞാനും ജയിലിൽ കിടന്നിട്ടുള്ള ഒരാളാണ്. ഒരു വാർത്ത ചെയ്തതുമായി ബന്ധപ്പെട്ട് 19 ദിവസങ്ങൾ ജയിലിൽ കിടന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത് വാർത്താ സംബന്ധമായിട്ടുള്ള കാര്യത്തിനാണ്. അപ്പോൾ അതുപോലെയല്ല, ഇത് ഏകദേശം 2 മാസത്തോളം ആയി ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. ജാമ്യം ഈ അടുത്തിടെയെങ്കിലും കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ഇവരൊക്കെ അന്നുള്ള
അന്നത്തിന് വേണ്ടി ജോലിക്ക് പോയി ജീവിക്കുന്നവരാണ് ഇവരിൽ പലരും. പിന്നെ കുറേ എണ്ണമൊക്കെ ഈ ബക്കറ്റ് പിരിവും ഇതുപോലെയുള്ള ഊച്ചാളിത്തരവുമായി നടക്കുന്നവരൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇതിൽ പലരും ജോലി ചെയ്ത് അന്നന്ന് കുടുംബം പുലർത്തുന്നവരായിരുന്നു. അവരുടെയൊക്കെ കുടുംബമൊക്കെ ഇനി എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള കാര്യമൊന്നും ആർക്കും അറിയില്ല. അന്ന് ഈ സംഭവം നടന്നതിന് ശേഷം ശിവൻകുട്ടിയും ജോയിയും ഒക്കെ ചിലരുടെ വീടുകളിൽ പോയി ആ ചിത്രങ്ങളൊക്കെ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. അല്ലാതെ മറ്റ് സഹായങ്ങളൊന്നും ചെയ്തതായി അറിയില്ല. ഇനി സഹായം ചെയ്തെങ്കിൽ പോലും എന്തെങ്കിലും അവർക്ക് ആഹാരത്തിനുള്ളതോ അങ്ങനെ എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ പോലും തങ്ങളുടെ വീട്ടിലെ ഒരു അംഗം ജയിലിൽ കിടക്കുമ്പോൾ എങ്ങനെയാണ് ആ മനുഷ്യർക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയുന്നത്? എന്തായാലും ഇപ്പോഴും ഇവരുടെ തലയ്ക്ക് വെളിവ് വീണിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് ഈ പല വിഷയങ്ങൾ പറഞ്ഞും ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിടുന്നത്. എന്തായാലും ഇപ്പോഴും ഇവരുടെ തലയ്ക്ക് വെളിവ് വീണിട്ടില്ല എന്നുള്ള കാര്യം സ്പഷ്ടമാണ്. കാരണം പല സംഭവങ്ങളിലും ഉള്ള കാര്യങ്ങളിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലും എല്ലാം ഈ പറയുന്ന ഡിവൈഎഫ്ഐയും SFIയും സമരം നടത്തുകയാണ്, പോലീസിനെ ആക്രമിക്കുകയാണ്, പൊതുമുതൽ തല്ലി തകർക്കുകയാണ്, റോഡ് ഉപരോധിക്കുകയാണ്. അങ്ങനെ ഇവർക്ക് തലയ്ക്ക് വെളിവില്ലാത്തൊരവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതൊന്നും ഒരു പാഠമായിട്ടില്ല. ഈ പാർട്ടി തന്നെ, സംഘടന തന്നെ ഇവരെ തള്ളുമ്പോൾ ഇവരുടെ ഭാവി എന്താകും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഇതെങ്കിലും ഈ മരക്കെടുതികൾക്ക് പാഠമാകണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അവർക്കതൊന്നും പാഠമാകില്ല. അവർക്കൊരിക്കലും നേരം വെളുക്കുകയുമില്ല. അവർക്ക് ഏറ്റവും വലുത് കമ്മ്യൂണിസമാണ്, അവരുടെ പാർട്ടിയാണ്. ഇതുപോലെയുള്ള ഗോവിന്ദനെയും വിജയനെയും പോലെയുള്ള അഴിമതിക്കാരും വിവരദോഷികളുമായ നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും ഇത് കേട്ടെങ്കിലും ആർക്കെങ്കിലും തലയ്ക്ക് വെളിവ് വീണാൽ അതുതന്നെ ഒരു മഹാഭാഗ്യം.